അയ്യോ എന്റെ ഫോണില് ജനുവരി 1 മുതൽ അതായത് നമ്മുടെ ന്യൂ ഇയർ ആയി കഴിഞ്ഞാല് എന്റെ ഫോണിൽ വാട്സപ്പ് കിട്ടൂല എന്ന് ഞാൻ എന്നോട് ഉറപ്പ് തരികയാണ്. തരില്ല, കിട്ടൂല. വാട്സപ്പിന്റെ മുതലാളി എല്ലാരും കേട്ടോക്കി. അതായത് ജനുവരി 1 മുതൽ പിന്നെ 20 ടൈപ്പ് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളിൽ വാട്സപ്പ് ആക്സസ് നഷ്ടമാകുമെന്ന് പറഞ്ഞിട്ട് ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. പക്ഷെ ഈ പേടിക്കണ്ട, കുറച്ചധികം പഴക്കമുള്ള എന്റെ ഫോണിന് ആകെ 6 വർഷത്തെ പഴക്കറ്റുള്ളൂ. ഓക്കെ, അപ്പൊ കുറച്ചധികം പഴക്കമുള്ള ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളിലാണ് വാട്സപ്പ് ആക്സസ് നഷ്ടമാകുക. ആ ഏതൊക്കെ ഫോണെന്ന് ഞാൻ പറഞ്ഞുതരാം. ജനുവരി 1 മുതലാണ് നഷ്ടമാകുക. അത്ര വർഷം പഴക്കമുള്ള ഫോണൊക്കെ ആരും ഉപയോഗിക്കുവോ? അത്ര വർഷം എന്ന് പറഞ്ഞാല് ഉപയോഗിക്കുന്നവരും ഉണ്ടാവല്ലോ, പറയാൻ പറ്റൂല. എന്റെ ഈ ഫോണിന് എത്ര വർഷമായി വാങ്ങിയിട്ട് 7 വർഷം കഴിഞ്ഞു. അപ്പൊ ഇപ്പോഴും ഇതിനൊരു കുഴപ്പമില്ലല്ലോ. അപ്പൊ ഇനി കുറച്ച് കഴിഞ്ഞ് അതിലും 10 വർഷം 12 വർഷമൊക്കെ ഉപയോഗിക്കുന്നവരുണ്ടാവൂലേ? ഉണ്ടാവാ. എന്തിനു പറയുന്നത്, പഴയ കാലത്ത് ഇറങ്ങിയ ചെറിയ കുഞ്ഞു ഫോണൊക്കെ ഇപ്പൊ ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഏതൊക്കെ ഫോണെ പറഞ്ഞാൽ എനിക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ വായിച്ചുതരാം. അതായത് ഈ 20-ലധികം വ്യത്യസ്ത ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളിൽ വാട്സപ്പ് ആക്സസ് നഷ്ടമാകും. പിന്നെ ഒരു പറഞ്ഞത് എന്താ അറിയോ, വാട്സപ്പ് പ്രവർത്തിക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ ആവശ്യകതയും അപ്ഡേറ്റ് ചെയ്യുന്നത് മൂലമാണ് സ്മാർട്ട് ഫോണുകൾക്ക് ആപ്ലിക്കേഷനിലേക്കുള്ള സ്ഥിരമായ ആക്സസ് നഷ്ടമാകുന്നത്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം പതിപ്പ് ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളായിരിക്കും ഇത് പ്രധാനമായി ബാധിക്കുക. വാട്സപ്പിന് പുറമെ ഫേസ്ബുക്ക്, അതായത് ഈ ഫോണുകളിൽ വാട്സപ്പിന് പുറമെ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം ഇങ്ങനെയുള്ള എല്ലാ ആപ്പുകളും ഉടൻ തന്നെ മൊബൈലുകളിൽ പ്രവർത്തിക്കുന്നത് നിർത്തും എന്നാണ് പറയുന്നത്. വാട്സപ്പ് മാത്രമല്ല, ഇൻസ്റ്റഗ്രാം ആയാലും ഫേസ്ബുക്ക്, ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന എല്ലാം നിർത്തുവോ? അതായത് ഇങ്ങനത്തെ നമുക്ക് വൈബ് തരുന്ന ആപ്പുകളെല്ലാം തന്നെ, അതായത് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, വാട്സപ്പ് ഒക്കെ നമ്മള് പറയുന്ന സംഭവല്ലേ. യൂട്യൂബ് അപ്പൊ അതുപോലെ തന്നെ വാട്സപ്പിലേക്കുള്ള ആക്സസ് നഷ്ടമാകാൻ പോകുന്ന എല്ലാ സ്മാർട്ട് ഫോണുകളും ഏകദേശം 10 വർഷമെങ്കിലും പഴക്കമുള്ളതാണ്. 10 വർഷം പഴക്കം മതിയോ? 10 വർഷം പഴക്കം മതി. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാനോട് നേരത്തെ പറഞ്ഞ മാതിരി ഈ ഫോണിന് എനിക്ക് ഐഫോൺ 10 വർഷം മുമ്പുള്ള ഐഫോൺ ആണെങ്കിലോ അതിന് വാട്സപ്പ് കിട്ടില്ല. എല്ലാ ഫോണും ഇല്ല. 20-ലധികം ഒരു 20ഓളം ഫോണുകൾ ഞാനോട് പറഞ്ഞില്ലേ. ഞാൻ ഫോൺ ഏതൊക്കെയാന്ന് ഞാൻ പറഞ്ഞുതരാം. 2025 ജനുവരി മുതൽ വാട്സപ്പ് ആക്സസ് നഷ്ടമാകാൻ സാധ്യതയുള്ള സ്മാർട്ട് ഫോണുകൾ ഏതൊക്കെ, ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകൾ എന്ന് ആൻഡ്രോയിഡ് ആണല്ലേ. ആ ഫോണുകൾ ഏതൊക്കെയെന്ന് പറഞ്ഞുതരാം. സാംസങ് ഗാലക്സി S3, സാംസങ് ഗാലക്സി നോട്ട് 2, സാംസങ് ഗാലക്സി S3, സാംസങ് ഗാലക്സി S4 മിനി, മോട്ടോ G ഫസ്റ്റ് ജനറേഷൻ, മോട്ടറോള, പിന്നെ മോട്ടറോള ഇത് റാസർ HDO അങ്ങനത്തെ ഫോണ്, മോട്ടോ E 2040, HTC One X, HTC One X Plus, HTC Desire 500. ഇതൊക്കെ അപ്പൊ കേൾക്കട്ടെ ഈ ഫോണിന്റെ പേരൊക്കെ. HTC Desire 601, HTC Optimus G, HTC Nexus 4, LG G2 Mini, LG L90, Sony Xperia Z, Sony Xperia SP, Sony Xperia T, Sony Xperia V. ഈ ഫോണുകളൊക്കെ ഉപയോഗിക്കുന്നവർ വളരെ ചുരുക്കം. സാംസങ് എന്നുള്ളതുകൊണ്ട് ആ ഒരു പരിചയം കിട്ടി. പിന്നെ ഗാലക്സി S3 ഒക്കെ കേട്ടിട്ടുണ്ട്, നോട്ട് 2 കേട്ടിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഞാൻ വരാതെ മോട്ടോ G കേട്ടിരുന്നു, പക്ഷെ ഞാൻ ആ ഫോൺ കണ്ടിട്ടില്ല. ബാക്കിയുള്ളതൊക്കെ ഒരു റയർ ആയിട്ടുള്ള ഫോണുകളാ തോന്നുന്നുണ്ടല്ലോ ഈശോ. ഞാൻ കേട്ടില്ല. അപ്പൊ ഏതായാലും ഈ ഫോണുകളൊക്കെയാണ് നിർത്താൻ പോകുന്നത്. അപ്പൊ ഇങ്ങനെയും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. ഐമ ചാനലിലൂടെ ഇനിയും നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്യുന്നതാണ് ലേശോ, ഇടക്കിടക്ക്. അതെ, കഴിഞ്ഞ മാസമായി കാര്യമായിട്ട് വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇപ്പൊ വീഡിയോ ഇട്ടിട്ട് ഇന്നലെ വീഡിയോ ഇട്ടിട്ട് ഓടങ്ങി. അപ്പൊ ഈ ഐമസ് ഫാമിലിയുടെ നമ്മൾ ഇനിയും ഒരുപാട് നമ്മുടെ ഐമക്കുട്ടിയുടെ ഒരുപാട് കളികളും ചിരികളും തമാശകളും, ഐശുക്കുട്ടിയുടെ കളികളും ചിരികളും തമാശകളും, അംജദ് ഖാക്കിയുടെ കളികളും ചിരിയും തമാശകളും എല്ലാം നമ്മൾ ഇങ്ങനെ ഇനി അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ചാനൽ മറക്കാതെ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ബൈ.